എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. सारे भाई बहनों को आज आए हुए तमाम लोगों को यीशु मसीह का नाम का स्नेह वंदन देता हूँ। അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് 1 മണിക്കൂർ എടുക്കാം. ഞാനിപ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞാ വരുന്നത്. അതുകൊണ്ട് നാളത്തെ ഞായറാഴ്ചയല്ലയോ, കുറച്ച് പ്രിപ്പയറൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും കർത്താവ് നമ്മളെ നയിക്കുന്ന പോലെ. और मैं कोशिश करूंगा 1 घंटा पूरा लेने के लिए, क्योंकि कल सुबह रविवार का प्रार्थना भी है और एक मीटिंग खत्म करके प्रभु के दास अपने मीटिंग में आए हुए हैं। ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ്. मैं आज आप लोग से जो बात करने के लिए जो मेरे अंदर प्रेरणा आया है वो यीशु मसीह और चेलों के बीच का संबंध को है। യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ആദ്യത്തെ 8 വാക്യങ്ങളിൽ കർത്താവ് ഒരു അനാലജിയിലൂടെയാണ് അത് മനസ്സിലാക്കി തരുന്നത്. यूहन्ना रचित सुसमाचार 15 अध्याय उसका पहला 8 वचन से एक तमसीलों से यीशु मसीह इस बात को हमें समझाता है। അതിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധമാണ്. 9 से लेके 17 वचन जो है चेलों के बीच के बंधन को, संबंध को हम लोग देखते हैं। 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരും ലോകവുമായിട്ടുള്ള ബന്ധം. 18 से लेके 21 वचन जो है चेले और दुनिया के साथ का संबंध को जो है हम देख सकते हैं। അപ്പൊ ആദ്യത്തെ 8 വാക്യങ്ങളിലാണ് ശിഷ്യന്മാരും കർത്താവുമായിട്ടുള്ള ബന്ധം. तो पहला 8 वचन जो है चेला और यीशु मसीह के साथ का संबंध को हम लोग देखते हैं। അത് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന ഒരു സാദൃശ്യമാണ് അവിടെ കർത്താവ് അതിന് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. और वहां पर अंगूर की डालियां और उस दरख्त को, अंगूर के दरख्त के तमसील को लेकर जो यीशु मसीह इसको सिखाता है। അപ്പൊ 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. 15 अध्याय का पहला वचन देखिए किस तरह शुरू होता है, सच्ची दाखलता मैं हूं। അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ये जो मैं हूं करके जो बोला हुआ है ये यीशु मसीह खुदावंद है कर कर सूचना देती है। നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 ഞാനാകുന്നവൻ എന്നുള്ള പ്രയോഗങ്ങളിലെ അവസാനത്തെ പ്രയോഗമാണിത്. यूहन्ना के सुसमाचार में 7 बार मैं हूं करके जो बोला हुआ 7वां मैं हूं करके बोलता हुआ पद है, हमने यहां पर पढ़ा। ഈ ഒരു സാദൃശ്യ ഭാഷ യഹൂദന്മാർക്ക് വളരെ പരിചയമുള്ള ഒരു കാർഷിക മേഖലയിൽ നിന്ന് എടുത്ത ഒരു പഠനമാണ്. ये जो तमसील है, ये जो उदाहरण जो है, ये यहूदी अच्छे से जानते हैं और एग्रीकल्चर, किसानों के साथ जुड़ा हुआ एक मिसाल को यीशु मसीह ने लेकर बताया है। കർത്താവ് ഞാൻ സാക്ഷാൽ എന്നൊരു വാക്ക്, സാക്ഷാൽ എന്ന വാക്കെന്ന് പറഞ്ഞാൽ ഒത്തന്റിക് ആണ്, ജെനുവിൻ ആണ്, ക്വാളിറ്റി ഓഫ് ദ വൈനിനെ അത് കാണിക്കുക. ये सच्ची दाखलता का मतलब ये बता रहा है कि ये जेन्युइन है, ये सच है और उस दाखलता का ट्रूथ या सच्चाई को बताता हुआ पद है। ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളെയും പ്രവചനങ്ങളെയും എല്ലാം നിവൃത്തിയാക്കുന്ന സാക്ഷാൽ മുന്തിരിവള്ളി. അതിന് മുൻപുള്ളവര് ഒക്കെ സാക്ഷാലല്ല, പലരും പല വാഗ്ദത്തങ്ങൾ ചെയ്തതുപോലെയല്ല, യേശു സാക്ഷാൽ മുന്തിരിവള്ളി. यहां पर हकीकी दरख्त का मतलब, हकीकी मतलब यह है कि
जो परमेश्वर यीशु के बारे में जो नबी लोग ने नबूवत किया हुआ वायदों को, प्रॉमिसेस को पूरा करके आया हुआ व्यक्ति यीशु ही है। वही है केवल सच्चा और हकीकी दरख्त को बताता है इस पद। യേശുവിനോട്, ഈ ജെനുവിനായിട്ടുള്ള വൈനോട് അറ്റാച്ചായി ഇരുന്നെങ്കിലേ ദൈവപ്രസാദമുള്ള ജീവിതം വെളിപ്പെടുകയുള്ളൂ. ബാക്കി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതുമായിട്ടൊക്കെ അറ്റാച്ച്ഡ് ആയിരുന്നാൽ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഒരിക്കലും വെളിപ്പെടുകയില്ല. ये हकीकी दरख्त दरख्त के साथ हम लोग एक डाली के नाई जुड़े रहेंगे तो ही परमेश्वर की प्रीति, परमेश्वर का प्रसन्नता हमारे ऊपर होगा। नहीं तो डुप्लीकेट कोई दरख्त के साथ जुड़े होंगे तो परमेश्वर प्रसन्न नहीं होगा। എന്നിട്ട് 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. और उसका दूसरा वचन में लिखा है कि मतलब दूसरा पद में, पहला अध्याय का दूसरा पद में लिखा है कि मेरा बाप बागबान है करके लिखा है। അപ്പൊ കർഷകൻ പിതാവാം ദൈവമാണ്. ദൈവം പിതാവാം ദൈവമാണ്, അല്ലെങ്കിൽ കർഷകനാണ് ഈ മുന്തിരിവള്ളിക്ക് വെള്ളം കൊടുക്കുന്നത്, ഇതിനെ സംരക്ഷിക്കുന്നത്, ഇത് നട്ടത് എല്ലാം പിതാവാണ് ചെയ്യുന്നത്. और ये बाप जो बागबान है, नहीं तो किसान है, उन्होंने ही पानी देते हैं, लगाया है और इसे संभालता है, सब कुछ करता हुआ ये बाप है। അപ്പൊ തോട്ടക്കാരൻ ഈ മുന്തിരിവള്ളിയെ ഈ ഗാർഡനിൽ നട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം ഫലം വേണം തോട്ടക്കാരന്, അതിനാണ്. ये बाप ने, बागबान जो किसान है, ये अंगूर के दरख्त को क्यों रखा है या क्यों वहां पर सिंचा है, ताकि उसमें से फल आए। 8-ാം വാക്യം പറയുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. उसका 8वां वचन देखे क्या लिखा है, मेरा बाप का जलाल इसी से होता है कि तुम बहुत सा फल लाओ, जब ही तुम मेरे शागिर्द ठहरोगे। അപ്പൊ ഫലം കായ്ക്കുന്നതിലാണ് ശിഷ്യനാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നത്. तो एक सच्चा डिसाइपल को, चेले को किस तरह पता चलता है, जब वो फल लेके आता है तब पता चलता है कि वो शागिर्द है या चेला है या नहीं है। അങ്ങനെ ഫലം കായ്ക്കുന്നതിലൂടെ പിതാവ് മഹത്വപ്പെടുകയാണ്. ऐसा फल लेके आने वाले चेलों की जिंदगी से परमेश्वर पिता को महिमा मिलती है। കൈ ആഞ്ഞടിക്കാം, ഒച്ച വെക്കാം, നൃത്തം ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. ഫലം കായ്ക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ताली बजा सकते हैं, जोर से चिल्ला सकते हैं, बड़े जोर से गीत गा सकते हैं, ये सब होगा, लेकिन फल नहीं लेके आएंगे तो कोई फायदा नहीं है ये सब एक्टिविटीज करके। ഈ ഫലം പുറപ്പെടുവിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയല്ല, പക്ഷെ മറ്റുള്ളവർ ഈ ഫലം കണ്ടിട്ട് ഈ ഫലത്തെ പുറപ്പെടുവിക്കുന്ന ആൾ യേശുവിന്റെ അനുയായിയാണെന്ന് അവർക്ക് മനസ്സിലാകണം. ये फल जब ये दरख्त देता है, वो दरख्त के लिए नहीं है, वो पेड़ के लिए नहीं, वो फल, बल्कि ये फल दूसरे लोग जब भी देखते हैं तो उन्हें पता चलता है कि ये यीशु का चेला है करके। കർത്താവ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഫലത്താൽ അറിയാം. അപ്പൊ വരത്താലല്ല ആരെ അറിയാവുന്നത്, ഫലത്താലാണ്. यीशु मसीह ने दूसरा जगह पर इस तरह कहा है कि तुम उन्हें उनके फलों से जानोगे। तो मेरे प्रियो, गिफ्ट से नहीं लोगों को जानते, बल्कि फ्रूट, फलों से जानते हैं। നമുക്ക് പലർക്കും പല ചതിവുകൾ സംഭവിക്കാറുണ്ട്. हम में से बहुत सारे लोगों जो हैं बड़े गलती में गिर जाते हैं। അതിന്റെ കാരണം നമ്മൾ ആളുകളിലേക്ക് ആകർഷിതരാകുന്നത് അവരുടെ ഫലം കണ്ടിട്ടാണ്. ഫലം ചിലപ്പോ ഫലമല്ല, വരം കണ്ടിട്ട്. വരദാനങ്ങളുണ്ട്, അതുപോലെ ചിലർ വളരെ നൈസായിട്ട് വന്ന് താഴ്മയോടൊക്കെ പറയുമ്പോൾ നമുക്ക്, എടാ ഇതൊരു നല്ല ആളാണല്ലോ, ആത്മീകനാണല്ലോ എന്ന് ചിന്ത വരും. പക്ഷെ കർത്താവ് പറയുന്നത് ഫലത്താൽ മാത്രമേ ആളിന്റെ ട്രൂ ക്യാരക്ടർ മനസ്സിലാകുകയുള്ളൂ.
हम लोग ऐसे डिल्यूशन में आते, कुछ लोगों के गिफ्ट को देखकर, उनके धीरे धीरे से बात करना, उनके तरीके को देखकर जो है हम गिर जाते हैं। लेकिन गिफ्ट से नहीं एक व्यक्ति को पता चलता है, बल्कि उनके फलों से पता चलता है कि वो शागिर्द है या नहीं। ഈ ഫലം എന്ന വാക്ക് 8 തവണയോളം ഈ അധ്യായത്തിലുണ്ട്. देखिए, फल करके जो वर्ड है, ये तकरीबन 8 बार इस चैप्टर में रिपीट किया है। 2-ാം വാക്യത്തിൽ 3 തവണ, दूसरा वचन में, दूसरा अध्याय में 3 बार। दूसरा वाक्य में വാക്യത്തിലാണ്, दूसरा पंक्ति में 3 बार। 4-ാം വാക്യത്തിൽ 2 തവണ, और चौथा पंक्ति में 2 बार। 5, 8, 16 വാക്യങ്ങളിൽ ഓരോ തവണ. 5, 8 और 16 वचन में जो है 1 बार रिपीट किया है। അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിച്ചു തന്നെ, अभी आप लोग ध्यान दीजिए इधर। മുന്തിരിവള്ളിയിൽ കൊമ്പിൽ ഫലം കായ്ക്കുന്നത് ഈ ഫലം എന്തായിരിക്കും? तो ये अंगूर का दरख्त में डाली फल लेके आता है, तो ये फल क्या होगा? ഏതായാലും ചക്കയും മാങ്ങായുമല്ല. यहां पर जैक फ्रूट, फणस या आम नहीं होगा, फल होगा। മുന്തിരിവള്ളിയിൽ കായ്ക്കുന്ന കൊമ്പുകൾ പുറപ്പെടുവിക്കാൻ പോകുന്നത് ഗ്രേപ്സാ. अगर अंगूर का दरख्त है तो फल भी अंगूर ही होगा। ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ശിഷ്യന് ക്രിസ്തു സ്വഭാവം എന്ന ഫലമാണ് പുറപ്പെടുവിക്കുന്നത്. इसी तरह यीशु मसीह जो अंगूर का दरख्त है, उसी में रहने वाला, कायम रहने वाले लोगों के जीवन में भी फल यीशु का ही होगा। ഒരുപാട് ആളുകള് ചിന്തിച്ചിരിക്കുന്നത് കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക നേട്ടവും നന്മയൊക്കെ ഉണ്ടാകുമെന്ന്. बहुत सारे लोग ऐसा सोचते हैं कि यीशु का चेला बनेंगे तो बहुत सारा संपत्ति, बहुत सारा पैसा आ जाएगा। ഞാൻ ഇപ്പോഴൊരിടത്ത് പ്രസംഗിച്ചു വരുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ സ്മിർന സഭയോടുള്ള ദൂതാണ്. मैं एक चर्च में अभी प्रचार करके आया हूं, वहां पर स्मिर्ना कलीसिया के प्रति परमेश्वर का वाणी को मैंने वहां पर प्रचार किया। അവരാണ് 7 സഭകളിൽ ഏറ്റവും പേഴ്സിക്യൂട്ടഡ് ആയിട്ടുള്ള സഭ. और स्मिर्ना कलीसिया जो है सबसे सताव में गुजरा हुआ कलीसिया था 7 कलीसियाओं में। മാത്രമല്ല അവര് ദരിദ്രരുമാണ്. वो भी केवल नहीं, बल्कि वो लोग जो है कंगाल लोग थे। അവർക്കെതിരെ കർത്താവ് ഒരു ശാസനയും പറയുന്നില്ല. और परमेश्वर जो है कोई ताड़ना नहीं देता है उनके खिलाफ। അപ്പൊ അവർക്ക് അത്ര കഠിന പീഡനയിലും പോവർട്ടിയിലൂടെ കടന്നുപോയി കർത്താവിനെ പ്രസാദിപ്പിച്ച ഒരു സംഘമാണ് സ്മിർന സഭ. स्मिर्ना कलीसिया वो है कि बड़े मुसीबतों के बीच में, कंगाल के बीच में प्रभु को प्रसन्न किया हुआ कलीसिया था स्मिर्ना की कलीसिया। ഇന്ന് കേൾക്കുന്ന പല ദൂതുകളൊക്കെ നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്. आज सुनने वाले बहुत सारे भविष्यवाणी जो है हमें हमारे रास्तों को हटा देता है। യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ മേഴ്സഡീസിൽ പോവും, യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ നാട്ടില് 2 നില കെട്ടിടം ഉണ്ടാക്കും, യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ പിള്ളേരെല്ലാം UK പോവും. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. आज सुनता हुआ नबूवत अगर देखा जाएंगे तो यीशु का चेले बनेंगे तो मर्सिडीज कार मिलेगा, गांव में दो माले का घर मिलेगा, बच्चे यूके में जाएंगे, ऐसे नबूवतों को सुनते हैं। പക്ഷെ കർത്താവുമായി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ജെനുവിൻ ഡിസൈപ്പിളിന് ക്രൈസ്റ്റ് ലൈക്ക് നേച്ചറാണ് ഫ്രൂട്ട്. सच में फल क्या है? जो डाली यीशु में बना रहता है, बना रहने वाला डाली यीशु का स्वभाव उसमें जीवन में आता है, वो है सच में फल। കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ ഫലം കായ്ച്ച് പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ കർത്താവുമായി ചേർന്നിരിക്കുന്ന ദൈവ പൈതലും ക്രിസ്തു സ്വഭാവം എന്ന ഫലം പുറപ്പെടുവിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തും.
यीशु मसीह जिस तरह पिता में बना रहकर पिता को महिमा दिया, उसी तरह यीशु के चेले भी यीशु में बना रहकर पिता को महिमा देने वाला मसीह का स्वभाव उनके जीवन में वो दिखाएंगे। അപ്പം മുന്തിരിവള്ളിയുണ്ട്, अंगूर का മുന്തിരിവള്ളിയുണ്ട്, दरख्त अंगूर का दरख्त है പിതാവാണ് തോട്ടക്കാരൻ. और पिता जो है बागबान है। 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, നിങ്ങൾ കൊമ്പുകളാകുന്നു, ശിഷ്യനാണ് കൊമ്പ്. पांचवा वचन का पहला भाग में ऐसा लिखा है कि तुम डाली हो, मतलब चेले जो है इस दरख्त में बसा हुआ डाली है। ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഒന്നുകൂടെ പറയാം. മുന്തിരിവള്ളി യേശുക്രിസ്തു, अंगूर का दरख्त यीशु मसीह പിതാവാം ദൈവം തോട്ടക്കാരൻ. और बागबान जो है पिता है। മുന്തിരിവള്ളിയിലുള്ള കൊമ്പുകളാണ് ശിഷ്യന്മാർ. और इस अंगूर के दरख्त में जो डालियां हैं वो चेले लोग हैं। ഈ മുന്തിരിവള്ളിയിൽ അറ്റാച്ച് ആയിരിക്കുന്ന കൊമ്പുകളെ കുറിച്ച് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഫലം കായ്ക്കുക എന്നുള്ളത്. ये अंगूर के दरख्त में जो बना रहने वाला डालियों के बारे में एक ही पर्पस, एक ही मकसद है, फल लेके आना है। ലോകത്തിലെ ഏത് മരത്തിൽ, ഉദാഹരണം പ്ലാവാണ്, പ്ലാവേലെ ഒരു കൊമ്പ് ചക്കയില്ലെങ്കിൽ ആ കൊമ്പ് വെട്ടി വേണേല് ഒരു എന്താ ഫർണിച്ചറിന്റെ ഒരു സോഫ സെറ്റിന് ഒരു കൈയാക്കാം, കട്ടിലിന് ഒരു ക്രോസ് വെക്കാം, എന്ത് വേണേ ചെയ്യാം. മുന്തിരിവള്ളിയിലെ കൊമ്പിന് ഫലമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല, തീക്കകത്തിടാമെന്നേ ഉള്ളൂ. കാരണം അതിന് കാതലില്ല, അകത്ത് കാതലില്ല. देखिए, एक एक दरख्त को ले, एक मजबूत दरख्त को ले, जैक फ्रूट का ही दरख्त को ले, उसके डाली में अगर फल ले लेके आएगा तो उसको काट के कुछ ना कुछ तो बना सकते हैं, या कुर्सी बनाने का उस कुर्सी का हाथ बना सकते हैं, या बेड का क्रॉस बना सकते हैं, जो मर्जी, उसका कुछ तो उपयोग है बाद में। लेकिन अंगूर का दरख्त में डालियों में फल नहीं है तो उसका कोई प्रयोजन नहीं, उसे केवल आग में ही डाला जाता है। അപ്പം നമ്മളെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിനോട് അറ്റാച്ച് ആക്കിയിരിക്കുന്നതിന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പിതാവ് മഹത്വം എടുക്കുന്ന, ക്രിസ്തു കേന്ദ്രിതമാകുന്ന ക്രിസ്തു സ്വഭാവം നമ്മളിൽ നിന്ന് പുറപ്പെടണം. परमेश्वर ने हमें उद्धार देकर मसीह के साथ इसलिए बनाए रखा है, एक ही उद्देश्य है, मसीह का स्वभाव हमारे जीवन में प्रतिफल होना चाहिए। അപ്പൊ ഇത്രയും മനസ്സിലായെങ്കിൽ രണ്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. अब इतना समझ में आए तो उसका दूसरा पंक्तियों में हम जरा आएंगे। എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. जो डाली मुझ में है और फल नहीं लाती उसे वो काट डाल देता है, और जो फल लाती है उसे चाटता है ताकि ज्यादा फल लाए। അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, 2 തരത്തിലുള്ള കൊമ്പുകളുണ്ട്. आप लोग ने एक बात को नोटिस किया, 2 तरीके की डालियां हैं इस दरख्त में। എല്ലാ കൊമ്പിനെയും കണ്ടാൽ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഫലം കായ്ക്കുന്നതുമുണ്ട്, കായ്ക്കാത്തതുമുണ്ട്. सारे डालियों को अगर देखेंगे तो ऐसा लगता है कि दरख्त के साथ जुड़ा हुआ है, लेकिन इस दरख्त में फल लेके आने वाला डाली है और नहीं लेके आने वाला डाली भी है। അപ്പം കൊമ്പുകൾ ശിഷ്യന്മാരാണെങ്കിൽ, ആണെന്ന് ഞാൻ 5-ാം വാക്യത്തിൽ നിന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 തരത്തിലുള്ള ശിഷ്യന്മാരുണ്ട്. देखिए, 5वां पंक्ति में मैंने आपको बताया ये डालिया कौन है, चेले लोग हैं। तो चेले लोग हैं तो उसका मतलब 2 तरीके के डिसाइपल्स हैं, 2 तरीके के शागिर्द लोग हैं। അപ്പൊ 2 തരത്തിലുള്ള കൊമ്പുകൾ 2 ടൈപ്പിലുള്ള ശിഷ്യന്മാരെയാണ് വെളിപ്പെടുത്തുന്നത്.
तो दो तरीके के डालियां दो तरीके के शागिर्दों को, चेलों को बताता है. ഒന്ന് ജെനുവിനായിട്ടുള്ള ശിഷ്യന്മാര്, മറ്റേത് ഫോൾസ് ബ്രാഞ്ചസ്, ഫ്രോഡുകളാണ്. पहला जो है सच्चा डालिया और दूसरा जो है झूठी डालिया, नहीं तो फ्रॉड डालिया. അപ്പൊ ഒരു കൊമ്പ്, കായ്ക്കാത്ത കൊമ്പ് എന്നാ കർത്താവ് പറയുന്നത്. देखिए, एक डाली के बारे में क्या कहता है परमेश्वर? जो फल नहीं लाती. അവര് സഭയിലാണ്, അവര് പറയുന്നു അവര് ശിഷ്യന്മാരാണ്, അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്നെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരം വന്നിട്ടില്ല. ക്രിസ്തു സ്വഭാവം അങ്ങോട്ട് വെളിപ്പെടുന്നില്ല. देखिए, वो लोग कहते हैं कि वो लोग कलिसिया में हैं, बपतिस्मा लिया है, प्रार्थना करते, वो सब कुछ चलता है, लेकिन मसीह का स्वभाव जीवन में प्रकट नहीं होता. ഫലം കായ്ക്കുന്ന കൊമ്പ് ഫലത്തിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു എങ്കിൽ, ഫലം കായ്ക്കാത്തത് വാസ്തവത്തിൽ ഇറ്റ് ബ്രിങ്സ് ഡിസോണർ ടു ഗോഡ്. जो फल लेके आता हुआ डालिया खुदावंद बाप को जलाल देता है, तो जो फल नहीं लेके आता हुआ डालिया जो है खुदावंद को निंदा करता है. ഇവർക്ക് വലിയ ക്ലെയിമുകളാണ്, ഇവരിങ്ങനെ അറ്റാച്ച്ഡ് ഇരിക്കുകയാണെന്ന്, പക്ഷേ ഒരു ഫലവുമില്ല. ये लोग बहुत बड़ा क्लेम करते हैं, लेकिन जीवन में कोई फल नहीं है. ഡിസംബർ 31 ഒക്കെ ഇവരെ പിന്നെ നിയന്ത്രിക്കാൻ തന്നെ പാടാ, അതുപോലെ സാക്ഷ്യം പറഞ്ഞു കളയും. दिसंबर 31 को जो है बहुत लंबी गवाही देंगे ये लोग, പക്ഷേ ത്രൂ ഔട്ട് ദ ഇയർ ഒരു ഫലവുമില്ല. लेकिन पूरा साल में कोई फल नहीं है. അപ്പൊ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും എന്ന് പറയുന്നത്, കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുമെന്നാണ് രണ്ടാം देखिए, വാക്യത്തിന്റെ ആദ്യ ഭാഗം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. दूसरा पंक्ति में लिखा है कि जो डाली मुझ में है और फल नहीं लेके आती, उसे वो काट डालता है करके लिखा है. അത് പിതാവ് ചെയ്യുന്ന, തോട്ടക്കാരൻ ചെയ്യുന്ന കാര്യമാണ്. ये किसान नहीं तो बागबान करता हुआ काम को हम लोग देखते हैं. ഫലമില്ലാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്ന ഒരു തോട്ടക്കാരനുണ്ട്. देखे, ये बागबान बड़ा ध्यान से देखता है कि कौन सा डाली फल लेके आता है या कौन सा डाली फल नहीं लेके आता है करके. ദൈവസഭയിലുള്ള അംഗങ്ങളെ ഒന്നും വേറെ ആരും ഒന്നും ചെയ്യണ്ട, കായ്ക്കുന്നതിനെയും കായ്ക്കാത്തതും ഒന്നും ദൈവത്തിന് മറവല്ല, ദൈവം ഇതെല്ലാം സൂക്ഷ്മമായി കാണുന്നു. देखिए, कलिसिया के अंदर कौन फल लेके आता है या कौन फल नहीं लेके आता है कर कर परमेश्वर बड़े ध्यान पूर्वक कलिसिया के अंदर देखता है. ഇവിടെ പറയാണ് കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണത്തെ സ്പെയർ ചെയ്യത്തില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. देखिए, जो डाली मुझ में और फल नहीं लेके आती, मतलब एक भी ऐसे डाली को खुदावंद ऐसा फेवरेटिज्म करके नहीं छोड़ता, बल्कि हर एक लोगों को बड़े ध्यान पूर्वक देखता है. ഫലമില്ലയോ നീക്കിക്കളയും. अगर फल नहीं है, काट डाल देगा. അവൻ നീക്കിക്കളയും. ദ ഗാർഡനർ കട്ട്സ് ഇറ്റ് ഓഫ്. അവിടത്തേക്ക് അതിനുള്ള അധികാരമുണ്ട്. क्यों ये बागबान करता है? क्योंकि बागबान को उसका अधिकार है, इख्तियार है कि उसे काट देने का. അവിടുന്നല്ലേ ഈ മുന്തിരിവള്ളിയെ നട്ടത്, അവിടുന്നല്ലേ क्योंकि ഇത് പരിചരിക്കുന്നത്, അവിടുത്തേക്ക് എല്ലാ അധികാരവും ഉണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. बागबान को पूरी तरह अधिकार है उसके दरख्त में जो डालियां फल नहीं लेके आता है उसे काट देने का, क्योंकि उन्होंने रखा हुआ एक मकसद है. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. अभी आप लोग बड़े ध्यान पूर्वक इसे सुनिए. ഡോണാമോളെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം. ഈ കോണ്ടെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്.
ये संदर्भ, ये कॉन्टेक्स्ट जो है बहुत ही महत्वपूर्ण है। കർത്താവ് ഇതാ എപ്പോൾ പറയുന്നു, ആരോട് പറയുന്നു? परमेश्वर यीशु मसीह ये किसको कह रहा है और ये कब कह रहा है? സി, ജോൺസ് ഗോസ്പല് നിങ്ങൾ പരിശോധിച്ചാൽ ആദ്യത്തെ 12 അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയാണ്. अगर यूहन्ना के सुसमाचार देखेंगे तो पहला 12 अध्याय जो है यीशु मसीह के पब्लिक मिनिस्ट्री को हम लोग देखते हैं। 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിന്റെ രഹസ്യ ശുശ്രൂഷ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ. 13 से लेके 17 अध्याय जो है यीशु मसीह और चेलों के बीच में रहस्य, नहीं तो प्राइवेट मिनिस्ट्री को हम लोग देखते हैं। 17 അധ്യായം മഹാപുരോഹിത പ്രാർത്ഥനയാണ്. और 17 अध्याय जो है महापुरोहित प्रार्थना, बड़ा काइन का दुआ हम लोग देख सकते हैं। 18, 19, 20, 21 അധ്യായങ്ങളിലാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു, ക്രൂശിക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. 21 അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള പ്രത്യക്ഷതകൾ. ഇതാണ് ജോൺസ് ഗോസ്പൽ. 18 से लेके 21 अध्याय को हम लोग अगर संक्षेप में देखेंगे तो यीशु मसीह को पकड़वाया गया, उन्हें ट्रायल किया गया, उन्हें जो है बांध कर सूली पर लटका गया और दफनाया गया, जी उठाया गया, उसके बाद अपने चेलों को प्रकट किया, वो है 21वां अध्याय। ये है सुसमाचार यूहन्ना का। അപ്പൊ ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് 2 പ്രധാന പാഠങ്ങൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. तो सूली में जाने से पहले यीशु मसीह ने 2 प्रथम पाठ को जो है अपने चेलों को सिखाया। 13 അധ്യായത്തിന്റെ 31 മുതൽ 14 അധ്യായം വരെ ഒന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠം 15, 16 അധ്യായം. पहला पाठ, पहला लेसन जो है 13 अध्याय का 31 से लेके पूरा 14वां अध्याय के 31 तक। दूसरा पाठ, दूसरा लेसन जो है 15 और 16 अध्याय। അപ്പൊ ഇവിടെ 15 അധ്യായമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. तो हम लोग जो है इसका सेकंड पार्ट को देख रहे हैं जो 15 अध्याय है। എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് പറയുമ്പോൾ പശ്ചാത്തലത്തിൽ 13 അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ജൂഡാസ് ആ സംഘം വിട്ടിറങ്ങിപ്പോകുന്നുണ്ട്. കോണ്ടെക്സ്റ്റിൽ ഈ വെട്ടിക്കളയുന്ന കൊമ്പ് ജൂഡസിനെ ആയി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. देखिए 15 अध्याय का जो हमने अभी पढ़ा कि जो डाली मुझ में फल नहीं लेके आता है उसे बागबान काट देता है, इसका कॉन्टेक्स्ट संदर्भ देखेंगे तो 13 अध्याय का 27 से लेके 30 वचन जो है जूडस के बारे में। तो जूडस के बारे में शायद बोलता होगा कि काट देंगे करके, वो ऐसा सोचना गलत नहीं है। കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുകയും കർത്താവിന്റെ പഠിപ്പിക്കലുകൾ നേരിട്ട് ശ്രദ്ധിക്കുകയും കർത്താവ് അയച്ചപ്പോഴ് മാനസാന്തരം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നവൻ ഒരുത്തൻ ഫ്രോഡായിരുന്നു. देखिए यीशु के साथ इतना करीब चल के और बहुत सारे मौजसे किए, मन फिराने का मैसेज भी उन्होंने बोला, इतना सरमन्स मैसेजेस को उन्हें सुना, तो भी वो फ्रॉड निकला, झूठा निकला। കൂടെ നടക്കുന്ന മറ്റ് ശിഷ്യന്മാർക്ക് പോലും ഇവനെ ഒരു സംശയവുമില്ല. साथ चलने वाले बाकी 11 चेलों को इनके बारे में कोई एक डाउट भी नहीं है उनके अंदर। ബാക്കി എല്ലാവരെയും പോലെയാണ് അവനും. बाकी सारे लोगों के जैसा ये भी। അവനെ ആളുകൾ ശിഷ്യനെന്നാണ് കരുതിയിരുന്നത്. सारे लोग भी यही सोचा था कि ये भी यीशु का शागिर्द है करके। അപ്പൊ ഈ സംഘത്തിൽ ബാക്കി 11 പേര് അവര് ട്രൂ ഡിസൈപ്പിളും ഈ ഒരാള് ഫോൾസ് ആയിട്ടുള്ള ഡിസൈപ്പിളിനും പ്രതീകമായി നിൽക്കുകയാണ്. देखिए तो 12 चेलों में 11 चेले जो है सच्ची शागिर्द लोग हैं और उसमें से एक झूठा निकला करके हम लोग देख सकते हैं। അപ്പൊ കർത്താവ്
ദൈവത്തിന്റെ കണ്ണ് എല്ലാവരുടെ മേലും ഉണ്ട്. കർത്താവിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും ആരാണെങ്കിലും കർത്താവിന്റെ ശ്രദ്ധയിലുണ്ട്, കർത്താവ് നീക്കം ചെയ്യും. तो कहने का मतलब यह है कि फल नहीं लेके आने वाला कोई भी होने दो, परमेश्वर को कोई पक्षपात नहीं है, कोई भी होने दो, परमेश्वर उसे काट देता है। ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്, നമ്മളിങ്ങനെ ഒരു പരസ്യ സ്ഥലത്ത് ഒരു യോഗത്തിലൊക്കെ കൂടിയാൽ അങ്ങനൊക്കെ നമുക്ക് ആളുകളെ എല്ലാം കളിപ്പിക്കാമെന്നൊക്കെയാണ്. ശരിയാ, കുറെ ആളുകളെ കുറെ കാലത്തേക്ക് നമുക്ക് കളിപ്പിക്കാം. പക്ഷേ ദൈവത്തെ കളിപ്പിക്കാമെന്ന് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ എത്ര മൂഢരാണ് പ്രിയരെ. बहुत सारे लोग सोचते हैं कि जब भी हम लोग इकट्ठा आते हैं, सब एक साथ रहेंगे, तो हम दूसरों को जो है फंसा सकते हैं, ऐसा दुगलापन झीके। लेकिन मेरे प्रियो, हम परमेश्वर को नहीं फंसा सकते ऐसे बातों में। അപ്പൊ കുറെ ആളുകൾ 11 പേര് കർത്താവിൽ വസിച്ച് ഫലം കായ്ക്കുന്നു. ഒരാള് അതിൽ ഫലം കായ്ക്കാത്തവനുണ്ട്. ആ പുള്ളി പൈസ പിടിക്കുന്ന ട്രഷററാ, പക്ഷെ കർത്താവ് പൊക്കി. ये 11 लोग फल देने वाले लोग थे, लेकिन एक बंदा जो उनमें से अलग था, किसी को भी पता नहीं था, वो खजांची था, उसके हाथ में इस पैसे की तैली थी। അപ്പം ഔട്ട്വേർഡ് അപ്പിയറൻസ് അയാൾക്കുണ്ട്, പക്ഷേ ആക്ച്വലി ഫ്രൂട്ട് ബെയർ ചെയ്യുന്ന അറ്റാച്ച്മെന്റ് ഇല്ല. मतलब उनके आउटवर्ड अपीयरेंस में देखेंगे तो चेला दिखता है, लेकिन जीवन में फल नहीं है। അങ്ങനെയുള്ള കൊമ്പുകളെ തോട്ടക്കാരൻ നീക്കം ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഫർണിച്ചറിന് പോയി പിടിക്കാനൊന്നും ഒക്കത്തില്ല. ऐसे डालियों को अगर बागवान किसान निकाल के फेंक देता है, तो फिर जाकर उस डाली को फर्नीचर बनाने के लिए नहीं ले सकते। ഇത് പിന്മാറ്റത്തിൽ പോയ പുള്ളികളാണ്. ये परमेश्वर को छोड़ दिया वो लोग हैं। ഇത് ഷോ കാണിക്കുകയാണ്, പക്ഷെ ആക്ച്വലി കർത്താവിൽ വസിക്കുന്നില്ല. ये शो दिखा रहे, बता रहे, लेकिन प्रभु सच में उनमें वास नहीं करता। ഇവരെ എന്ത് ചെയ്യുമെന്ന് 6-ാം വാക്യത്തിൽ കാണാൻ കഴിയും. इनको क्या किया जाएगा कर कर 15 अध्याय का 6वां वचन में हम लोग देख सकते हैं। എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകുന്നു. अगर कोई मुझ में कायम ना रहे, तो वो डाली की तरफ फेंक दिया जाता है और सूख जाता है, और लोग उन्हें जमा करके आग में झोंक देते हैं और वह जल जाती है। യൂദസിനെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? जूडस के बारे में प्रभु का वचन क्या कहता है? അവനവന്റെ സ്ഥാനത്തേക്ക് പോയി, ടു ഇറ്റേണൽ ഹെൽ. और परमेश्वर का वचन कहता है कि जूडस जो है हमेशा की मौत की तरफ चले गया कर कर हम देखते हैं। ഇത് നമുക്കെല്ലാം ഒരു വലിയ വാർണിംഗ് ആണ്. ये मेरे और आप सब लोगों के लिए एक बड़ा सा वार्निंग है करके हम देख सकते हैं। അപ്പം സെൽഫ് പ്രൊക്ലെയിമിംഗ് ഡിസൈപ്പിൾസ് ഈ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അവർ യൂസ്ലെസ് ആണ്, അവരെ റിമൂവ് ചെയ്യും എന്നതാണ് നമുക്ക് ഈ അനാലജിയിൽ കാണുവാൻ കഴിയുന്നത്. जो डाली फल नहीं लेके आता है, ऐसे शागिर्दी को इस तमसील से हम देखते हैं कि परमेश्वर काट देता है, निकाल देता है। അപ്പൊ ഇത് ശിഷ്യനും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. ആക്ച്വലി നമ്മൾ കർത്താവിലാണ്, കർത്താവിൽ തന്നെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ മസില് പിടിക്കുകയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി ഫ്രൂട്ട് വരും. देखिए, सच में अगर हम परमेश्वर में वास करते हैं, तो हमें ज्यादा जोर देने की जरूरत नहीं। एक डाली जिस तरह दरख्त में कायम रहकर फल लेती है, नेचुरल है, इसी तरह प्रभु में बना रहने वाला व्यक्ति भी यीशु के जैसा स्वभाव का फल देता है। ഒരു ഫലവും കായ്ക്കാതെ ഡ്യൂപ്ലിക്കസിയിൽ നിന്ന് കഴിഞ്ഞാൽ അവനെ നീക്കം ചെയ്യും എന്നതാണ് തിരുവെഴുത്ത് പറയുന്നത്.
परमेश्वर का वचन कहता है कि कोई भी फल लेके आने वाला डालियों को परमेश्वर काट कर निकाल देता है, कर कर वचन कहता है। ഈ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അത്തിവൃക്ഷത്തിന്റെ ഒരു അനാലജിയാണ് കാണുന്നത്. എന്നാൽ അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം പഠിക്കാൻ കഴിയും. लूका रचित सुसमाचार 13 अध्याय उसका 6 से लेके 9वां वचन में वहां पर अंजीर के उस दरख्त के तमसील को, दृष्टांत को देख सकते हैं। അവൻ ഈ ഉപമയും പറഞ്ഞ് ഒരുത്തൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നത് കാണുന്നില്ല താനും. അതിന് വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും ഇളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. बावन से जरा पढ़ी। फिर उसने यह दृष्टांत भी कहा, किसी की अंगूर की बारी में एक अंजीर का पेड़ लगा हुआ था। वह उसमें फल ढूंढने आया परंतु ना पाया। तब उसने बारी के रखवाले से कहा, देख, 3 वर्ष से मैं इस अंजीर के पेड़ में फल ढूंढने आता हूँ परंतु नहीं पाता। इसे काट डाल कि यह भूमि को भी क्यों रोके रहे। उसने उसको उत्तर दिया, हे स्वामी, इसे इस वर्ष और रहने दे कि मैं इसके चारों ओर खोदकर खाद डालूं। यदि आगे को फले तो भला, नहीं तो उसे काट डालना। അപ്പം വെട്ടിക്കളയുന്നതിന് മുമ്പ് ഒരുപാട് സഹിഷ്ണുതയോടെ തോട്ടക്കാരൻ ചാൻസുകൾ കൊടുക്കും. देखिए, काटने से पहले ये बागबान, ये किसान बहुत अवसर देता है, चांसेस देता है। എന്നിട്ട് മാത്രമേ ആക്ഷൻ എടുക്കുകയുള്ളൂ. अवसर देने के बाद ही एक्शन लेता है। അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക, മുന്തിരിവള്ളി കർത്താവിനോട് റിയലി അറ്റാച്ച്ഡ് ആണെങ്കിൽ, ഷോ അല്ല, ആക്ച്വലി അറ്റാച്ച്ഡ് ആണെങ്കിൽ, ലൈവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ആ മുന്തിരിവള്ളിയിൽ നിന്നുള്ള ഊർജം ഈ കൊമ്പിനകത്തേക്ക് പകരുന്നത് പോലെ കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ അകത്തളങ്ങളിൽ നടന്ന് ക്രിസ്തുവിന്റെ ആ നേച്ചർ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. देखिए, अगर सच में आप एक अकी की डाली है जो यीशु के साथ बना हुआ है, बसा हुआ है, और आपका यीशु के साथ एक फेक रिलेशन नहीं बल्कि एक एक्सपीरियंशियल नॉलेज, मसीह के साथ एक अटूट बंधन है, तो पवित्र आत्मा के जरिए से यीशु का स्वभाव निश्चय आपके जीवन से प्रकट होगा। ഇനിയും 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നോക്കി. दूसरा वचन के पंक्ति के दूसरा पद को जरा देखिए। കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. यूहन्ना रचित सुसमाचार 15 अध्याय उसका दूसरा वचन का दूसरा उसमें देखते हैं कि और जो डाली फल लेके आती है उसे वो चाटता है ताकि वो ज्यादा फल लेके आए। അപ്പൊ ഹാബിച്വലായി ഫലമില്ലാത്തതിനെ വെട്ടിത്തട്ടുന്നു, ഫലം കായ്ക്കുന്നതിനെയോ അതിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. देखिए, जो फल नहीं लेके आता है उसे जो है काट देता है, लेकिन जो फल लेके आता है उसको भी बागबान किसान ट्रीट करता है. ചെത്തി
ചുറ്റി വെടിപ്പാക്കുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. वहां पर लिखा है कि वो चाटता है और प्योर्ज करता है उसे. അപ്പൊ ഈ തോട്ടക്കാരൻ ഈ കൊമ്പുകളെയും വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ സീസൺ വരുമ്പോൾ ചെത്തും, അല്ലെങ്കിൽ പ്രൂൺ എന്ന വാക്ക, പ്രൂൺ ചെയ്യും അതിനെ. और ये बागबान जो है, जिस तरह जो फल नहीं लेके आता हुआ डालियों को बड़े ध्यानपूर्वक देखता है, उसी तरह बाकी डालियों को भी ध्यानपूर्वक देखता है. जो फल लेके आता है उसे प्रून करता है, नहीं तो उसे चाटता है, उसे साफ करता है. ഈ ചെത്തുക, പ്രൂൺ എന്ന വാക്ക് ശരിക്കും അതിന്റെ അർത്ഥം ശുദ്ധീകരിക്കും അതിനെ. प्रूनिंग का मतलब चाटता है, उसका मतलब ये कि साफ करता है, शुद्ध करता है. അതിന്റെ ഉദ്ദേശം ഈ ഫലം കായ്ക്കുന്ന ശിഷ്യന് പൊട്ടൻഷ്യൽ ഉണ്ട് അധികം കായ്ക്കാൻ. അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത്. क्यों परमेश्वर ऐसा प्रून करता है, चाटता है, ताकि ये जो फल लेके आने वाला शागिर्द है ना, उसे और भी फल लेके आने के लिए पोटेंशियल है. इसके लिए परमेश्वर उसे साफ करता है, शुद्ध करता है. ഈ അറ്റാച്ച്ഡ് ആയി നിൽക്കുമ്പോഴേ നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് കൊണ്ടുവന്ന് ഇങ്ങനെ ചെത്തും എന്ന് പറഞ്ഞാൽ തടിച്ച് നിൽക്കുന്ന ഈ അതിനകത്തെ സ്കിന്നൊക്കെ ഇങ്ങനെ ചെത്തും. അത് വർഷത്തിൽ ഒരിക്കൽ അത് ചെയ്യുന്ന ട്രീറ്റ്മെന്റാണ്. ഈ ചെത്തുമ്പോ അത് അത്ര സുഖമല്ലിതേ, നമുക്ക് വലിയ പ്രയാസമൊക്കെ തോന്നും. പക്ഷെ തോട്ടക്കാരന്റെ ദൃഷ്ടി മുഴുവൻ അവിടാണ്. പിന്നെ ചിലർക്ക് ഒരു വേദനയില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് തട്ടിപ്പോയതാണോന്നുള്ളതാ. വേദനകളും പ്രയാസങ്ങളും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. അവിടുത്തെ കരത്തിൽ, അവിടുത്തെ ശ്രദ്ധയിലാണ് ഈ കാര്യങ്ങൾ. അവിടുന്ന് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുകയാണ്. साल में एक बार फल लेके आने वाले डालियों को जो है उस बागबान जो है चाटता है, उसे साफ करता है. करने के वक्त दर्द है, पेनफुल है वो बात. लेकिन कुछ डालियों को जो दर्द ही नहीं है तो समझ लेना शायद ये जान गया है या फल नहीं दे रहा है करके. लेकिन बार बार हमारे जीवन में ऐसे ट्रायल्स आते हैं या परमेश्वर में शुद्धिकरण में लेके जाते हैं, वो अधिक फल लेके आने के लिए है. ഇനിയും ശുദ്ധീകരണം എങ്ങനെയാ എന്നുള്ളതിന് ഒരു കാര്യം കോണ്ടെക്സ്റ്റിൽ തന്നെ 3-ാം വാക്യം നോക്കി. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ये शुद्धिकरण किस तरह होता है, ये साफ किस तरह होता है, ये कॉन्टेक्स्ट में ही देखिए. उसका 3रा वचन में क्या लिखा है? अब तुम उस कलाम के सबब से जो मैंने तुमसे किया है पाक हो. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വചനം, സഭായോഗത്തിന് വചനം, കോട്ടേജ് മീറ്റിങ്ങിന് വചനം. ഈ കുത്തല് വന്നിട്ടുണ്ടോ? കുത്തും ചെത്തും ഒക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇത് എപ്പോഴും ഞങ്ങളെ കുത്തുകാന്ന്. വേദന പോലെ തോന്നിയിട്ടുണ്ടോ? ചെത്തല പോലെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അധികം ഫലം കായ്ക്കാനാ. ചിലരെ കുത്തിയാലും വെട്ടിയാലും എന്താണേലും ഒരു പ്രശ്നവും ഇല്ലാത്ത പുള്ളികളുണ്ട്. അവർക്ക് ഇത് എന്തുവാ സംഭവം എന്ന് പോലും അറിയത്തില്ല. ഒരു ദൈവദാസൻ, ഏത് ദൈവദാസനാകട്ടെ, സഭായോഗത്തില്, കോട്ടേജ് മീറ്റിങ്ങില് ദൈവവചനം വെച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് കീറി മുറിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന് വിധേയപ്പെട്ടാൽ അധികം ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. देखिए, फास्टिंग प्रेयर में प्रभु का वचन, संडे सर्विस में प्रभु का वचन, कॉटेज मीटिंग में प्रभु का वचन, समय मिलने के समय तक पूरा प्रभु का वचन सुनकर दिल को चोट पहुंच रहा है क्या? तो दिल को चोट पहुंच रहा है तो समझ लेना परमेश्वर हमें चाहता है ताकि हम पाक साफ हो जाए,
तो इसके लिए परमेश्वर के वचन के अधीन में रहकर हम लोग जिएंगे तो हम अधिक फल लेके आएंगे। അപ്പം രണ്ട് തരത്തിലുള്ള ശിഷ്യന്മാരാ. ഒന്നിന് അധികം സമയം നോക്കും, ഫലം കായ്ക്കാത്ത നിമിത്തം അതിനെ ഔട്ടാക്കും. ഈ ഔട്ടാക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സഭയിൽ ഇങ്ങനെ ഇരിക്കും, പക്ഷേ കർത്താവുമായിട്ട് അറ്റാച്ച്ഡ് അല്ലാത്തതുകൊണ്ട് ബന്ധമില്ലാതെ പോവും. परमेश्वर के साथ अगर हम लोग बने रहकर फल नहीं लेके आएंगे तो फल नहीं लेके आने वाला उस डालियों को परमेश्वर काट देता है। काटने का मतलब ये नहीं है कि कलिसिया से बाहर जाएगा, कलिसिया के अंदर वो शायद रहेगा, लेकिन वो फल नहीं लेके आएगा कर कर हम लोग देखते हैं। वेट करेंगे पास्टर का नेट कनेक्शन। या ഓക്കെ. ഈ വെട്ടുക തട്ടുക എന്നൊക്കെ പറയുമ്പം ചില ബുദ്ധിമുട്ടാ, പക്ഷെ ഇതല്ലയോ ടെക്സ്റ്റ് പറയുന്നത്. काटना और ये सब बोलना थोड़ा मुश्किल की बात है, लेकिन प्रभु का वचन यही कहता काटेंगे करके। അപ്പൊ വചനത്തിലൂടെ ശുദ്ധീകരിക്കും. പിന്നെ മുമ്പേ ദൈവദാസന് സൂചിപ്പിച്ച പോലെ ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ അനേക ആളുകളോട് നേരിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ശോധനകളിൽ ദൈവത്തിലേക്ക് വരേണ്ടതിന് പകരം അവരടുത്ത പണി എല്ലാം മിടുക്കുകൊണ്ട് അടുത്ത പണി അത് പിന്നെയും പ്രശ്നമാണ്. When God breaks you, fall at his feet. देखिए, ये चाटने का मतलब नहीं तो ये साफ करने का मतलब आप शायद परिस्थितियों से, नाना प्रकार के परिस्थितियों से जाएंगे। ये परिस्थिति में हमें परमेश्वर के चरणों पर गिरना है। उस परिस्थिति में हम लोग अपने दिमाग को लगाकर बाहर आने के लिए नहीं देखना, परमेश्वर के चरणों पर गिरना है हमें। ഇനിയും 4 മുതലുള്ള വാക്യങ്ങൾ എന്നിൽ വസിപ്പീൻ. ഈ വസിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഫലം കായ്ക്കുന്നതിനുള്ള സീക്രട്ട്. അബൈഡിങ് അല്ലെങ്കിൽ റിമൈനിങ്. चौथा वचन में इस तरह लिखा है कि तुम मुझ में कायम रहो। ये कायम रहो करके जो वर्ड है, ये है इस पूरा अध्याय का एक संक्षेप में वर्ड। अबाइडिंग नहीं तो उसमें बने रहना, वो है कायम का मतलब। എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരാക്ടിങ് പരിപാടിയിലും നടക്കത്തില്ല. റിയൽ ജെനുവിൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ഈസ് ഫണ്ടമെന്റൽ. देखिए, तुम मुझ में कायम रहो और मैं तुम में। जिस तरह डाली अगर अंगूर के दरख्त में कायम ना रहो तो अपने आप से फल नहीं ला सकती, उसी तरह तुम भी अगर मुझ में कायम ना रहो तो फल नहीं ला सकते। कहने का मतलब है कि दूसरा कोई ऑप्शंस नहीं है, प्रभु में कायम रहेंगे तो ही वो बुनियादी तौर से एक व्यक्ति फल लेके आ सकता है। രക്ഷിക്കപ്പെടുമ്പോഴാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനൊക്കെ പറയേണ്ട കാലമായി പോയി. ജെനുവിൻ രക്ഷാനിർണയം ഉണ്ടെങ്കിൽ യു ഗെറ്റ് അറ്റാച്ച് ടു ദ വൈൻ. എന്നിട്ട് ഡെയിലി റിമെയിൻ ഇൻ ദ വൈൻ. അതെങ്ങനെയാ? 7-ാം വാക്യത്തിലേക്ക് വരണം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. देखिए, सच में आपको उद्धार हुआ है तो आजकल ऐसा बोलना पड़ता है क्योंकि बहुत सारे लोगों के जीवन में सच में उद्धार हुआ है या नहीं है कर कर जांच करना पड़ेगा। तो सच में उद्धार अगर हुआ है तो उसमें बना रहने वाला डालियां फल लेके आएंगे। 7वां वचन अगर आप देखेंगे तो बना रहना नहीं तो कायम रहने का मतलब क्या है? अगर तुम मुझ में कायम रहो और मेरी बातें तुम में कायम रहे
तो जो चाहे मांगो तो तुम्हारे लिए हो जाएगा। मतलब प्रभु के वचन में बना रहना के लिए प्रभु ने हमको डाली दरख्त के साथ लगाया हुआ है। അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ये बहुत ही महत्वपूर्ण है, कर कर भाइयों बहनों ये इसको समझना है। കാരണം അങ്ങനെയാണെങ്കിൽ 8-ാം വാക്യത്തിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പൊ ആരാണ് ഈ യഥാർത്ഥ ശിഷ്യൻ? ഫലം കായ്ക്കുന്നയാൾ. എങ്ങനെ ഫലം കായ്ച്ചു? രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ വചനത്തിൽ കണ്ടിന്യൂസ് ആയി അനുസരിച്ച് അബൈഡ് ചെയ്തു. ചെത്തലുകൾ വന്നപ്പോൾ സന്തോഷത്തോടെ വിനയത്തോടെ അത് സ്വീകരിച്ചു. ആൻഡ് ക്രൈസ്റ്റ് ലൈക്ക് ഫ്രൂട്ട് അവരിൽ വെളിപ്പെട്ടു. देखिए 8वां वचन में लिखा है कि मेरा बाप का जलाल इसी से होता है कि तुम बहुत सा फल लाओ, जब ही तुम मेरे शागिर्द ठहरोगे। कौन है सच में प्रभु यीशु मसीह का शागिर्द? जो फल लेके आता है। और वो फल लेके आने वाला व्यक्ति किस तरह फल लेके आता है? 7वां वचन में लिखा है कि यीशु के वचन में हमेशा कायम कंटिन्यूअसली रहने वाला व्यक्ति फल लेके आता है। അപ്പൊ ഞാൻ എൻ്റെ വാക്കുകള് ഒരു ഉപസംഹാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. मैं अपने इस बातों को जो है इसको कंक्लूशन में लेके आता हूं। നമ്മളെക്കുറിച്ച് എന്താ ദൈവത്തിന്റെ ഹിതം? मेरे प्रियो, मेरे और आपके बारे में परमेश्वर की मर्जी क्या है? ഓ, ദുബായിയുടെ പ്രദേശത്ത് എനിക്കൊരു ജോലി കിട്ടി, ഞാനൊരു വണ്ടി മേടിച്ച് നാട്ടിലൊരു ഇതൊക്കെ ദൈവഹിതമാണ്, നടന്നോട്ടെ. ഇതല്ല മെയിൻ പ്രൊജക്ട്. മെയിൻ പ്രൊജക്ട് നമ്മളെ ക്രിസ്തുവിലാക്കിയിരിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ഫ്രൂട്ട് ബെയർ ചെയ്യാനാണ്. मेरे प्रियो, ऐसा नहीं सोचना है कि दुबई में एक अच्छा जॉब मिल गया, गाड़ी लिया, इंडिया में एक घर बनाया। ये नहीं है प्राइमरी प्रोजेक्ट। परमेश्वर का मर्जी हो तो होने दो वो बात, लेकिन प्राइमरी प्रोजेक्ट आपको परमेश्वर ने क्यों उद्धार दिया है? ताकि हम मसीह में बने रहकर उसके वचन में कंटिन्यूअसली रहकर फल लेके आने के लिए प्रभु ने आपको उद्धार दिया है। God has brought us to this faith that we will glorify God through our life. परमेश्वर ने हमें इस उद्धार में इसके लिए लेके आया ताकि हमारे जीवन से परमेश्वर को हम लोग महिमा दें। That comes with a live relationship with Jesus Christ. और वो किस तरह आता है? मसीह के साथ एक अटूट और एक सच्चा और एक्सपीरियंशियल रिश्ता होगा तो ही ये फल होगा। ചെത്തുകയും വളരെ ശക്തമായ നിലയിൽ ദൈവം ഇടപെടുകയും ചെയ്യുമ്പോൾ കംപ്ലൈനിങ് പറയാതെ, ഡിസ്ട്രാക്റ്റഡ് ആകാതെ, അസ്വസ്ഥതപ്പെടാതെ വിനയത്തോടെ ഏൽപ്പിക്കുക. जब भी परमेश्वर नाना प्रकार के परिस्थितियों में लेके जाकर आपको पाक शुद्ध करता है और आपको जिस तरह डालियों को चाटता है उसी तरह परमेश्वर जब भी करता है तो कंप्लेन नहीं करे, मरमर नहीं करे, നിങ്ങള് बल्कि परमेश्वर के पाव में आकर अपने आप को दे। നിങ്ങൾ ശിഷ്യന്മാരുടെ ലൈഫ് മിനിസ്ട്രിയിൽ നോക്കിയാൽ, ഞാന് ചെറുതായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എത്ര തവണ യേശു അവരെ ശാസിക്കുകയാണ്, അതും പരസ്യമായിട്ട് പലപ്പോഴും ശാസിക്കുകയാണ്. ദേ ഹാവ് നോ പ്രോബ്ലം. പിന്നെ അവര് കൂടെ നിൽക്കുകയാണ്. നമ്മളായിരുന്നു സഭ മാറിയേനെ. देखिए चेलों के जीवन में जरा देखिए, इतना ताड़ना उनको परमेश्वर ने, यीशु मसीह ने सबके सामने देने के बावजूद भी वो लोग परमेश्वर यीशु के पास दोबारा फिर विनय कर कर नम्र होकर आते हैं। हम लोग होते तो कलीसिया बदल देते थे। ഒരിക്കല് പരസ്യമായിട്ട് എല്ലാരും കേൾക്കെ പത്രോസിനോട് പറയാ, പോ സാത്താനെന്ന്. നമ്മളായിരുന്നേ നിൽക്കുമോ? एक बार यीशु मसीह ने यीशु നമ്മളായിരുന്നു ആ സെക്കൻഡ് വണ്ടി വിട്ടേനെ. എന്നിട്ട് നമ്മളെ സ്വീകരിക്കാൻ വേറെ ഒരു 100 സഭയുണ്ട് താനും. എന്റെ പ്രിയരെ, ये- ശാസന ഇല്ലാത്തതും ശിക്ഷണ നടപടി ഇല്ലാത്ത സഭ, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ആത്മനിറവുള്ള സഭയിൽ ശാസനയുണ്ട്, ശിക്ഷണ നടപടിയുണ്ട്. അതിനകത്ത് നമ്മൾ താഴ്മയോടെ നിൽക്കുമ്പോഴാണ് അനുഗ്രഹം. देखिए सबके सामने एक बार यीशु मसीह ने पतरस को देखकर बोला कि चले जा शैतान। अगर हमको ये बोलते तो हम लोग उसी टाइम चले जाते थे, लेकिन पतरस परमेश्वर के अधीन में रहे
मेरे प्रियो, कलीसिया में डिसिप्लिनिंग करके बात होता है, पर कलीसिया में ताड़ना होता है। प्रभु के वचन से हमें सुधार में लेके आता है प्रभु का वचन। ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറയാം. ദർ ആർ ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഗോഡ് ഹസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. വൺ ഇസ് മാരേജ്, വൺ ഇസ് ചർച്ച്. मैं एक बात आप लोग से बताता हूं, दो बातें जो हैं परमेश्वर ने ठानी हुई है, स्थिर किया हुआ। एक है एक इंस्टीट्यूशन है परिवार, और दूसरा जो है कलीसिया। ഈ രണ്ട് സ്ഥാപനത്തിൽ എങ്ങനെ പ്രവേശിച്ച് നടക്കണമെന്നുള്ളത് സ്ഥാപകൻ വചനത്തിൽ അവിടുത്തെ മനസ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് സ്ഥാപനത്തിലും പ്രവേശിക്കുന്ന ആളുകൾക്ക് സ്ഥാപകന്റെ മനസ്സ് വചനത്തിലൂടെ അറിഞ്ഞുകൂടാ. देखिए, ये दोनों इंस्टीट्यूशन, फैमिली और चर्च, ये दोनों जगह पर किस तरह रहना है, किस तरह क्या करना है, कर प्रभु के वचन से जिसने इसको स्थापित किया बताया है। परमेश्वर ने अपने मर्जी को कलीसिया के बारे में और फैमिली के बारे में बताया, लेकिन बहुत सारे फैमिली को भी और कलीसिया के लोगों को भी इसका अता पता नहीं है। അപ്പൊ സഭ എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഒരു ശിക്ഷണ നടപടി അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ട് പറഞ്ഞു ഉടനെ നമ്മുടെ മനസ്സിൽ ഉധർ തോ ऐसा नहीं है, ഉധർ देखो ये वो लोग ऐसा नहीं है. അതാ സഭ എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. What is truly the church? It is revealed in the word. And in the word, if it is a true church, there is discipline. तो एक कलीसिया सच में कलीसिया है तो ताड़ना होगी, सुधार होगा, और प्रभु का वचन से सुधार दिया जाएगा निश्चय तौर से। പുതിയ പുതിയ ടീച്ചിങ് ആയി. ഇപ്പം ഈ അടുത്തിടെ ഒരാൾ പറയുന്നത് കേട്ടു, സഭ വേണ്ട, പാസ്റ്ററും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എങ്ങനെ അത് ദ ലോർഡ് ഇസ് ഡയറക്റ്റിംഗ് പേഴ്സണലി. അപ്പം ഇങ്ങനെയൊക്കെ ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. കാരണം വൈ ടു ഗിവ് ആൻ അക്കൗണ്ടബിലിറ്റി, നമുക്ക് ഇഷ്ടമുള്ള പോലെ പാറി പറന്ന് നടക്കാം. ഇതൊന്നും സ്ക്രിപ്ചറൽ അല്ല. See, God has brought us to Christ with the purpose that we will bear forth fruit that is pleasing to our master. देखिए, कुछ लोग ऐसा बोलते हैं कि कलीसिया जरूरत नहीं है, बस परमेश्वर के साथ आपका डायरेक्ट रिश्ता होना चाहिए। लेकिन एक बात समझना, ये सब प्रभु का वचन के आधार पर नहीं है। परमेश्वर ने हमें उद्धार देकर कलीसिया में रखा है ताकि हम अकाउंटेबल हो जाए, सुधार में आए, प्रभु के वचन के अनुसार हम फूले फले। സോ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. താങ്ക് യു പാസ്റ്റർ ബ്ലസ്സൻ, പാസ്റ്ററെയും പാസ്റ്ററുടെ കുടുംബത്തെയും നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒറ്റക്കെട്ടായിട്ട് ഈ തലമുറയിൽ നിൽക്കണം. ഡോണ്ട് ബി ഷെയ്ക്കൺ ഓർ ബിക്കം അൺസ്റ്റേബിൾ ബൈ എനി ഫോൾസ് തിങ്സ്. ശക്തമായി പോരാടി കർത്താവിന് വേണ്ടി അന്ത്യശ്വാസം വരെ നിൽപ്പാൻ കർത്താവ് നിങ്ങൾ എല്ലാവരുടെ മേൽ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓവർ ടു യു പാസ്റ്റർ. और परमेश्वर हम सबको शक्ति और सामर्थ्य दे। स्पेशली कलीसिया से प्रभु के दास ने ये कहा है कि आखिर तक जो है दृढ़ स्थिर होकर खड़ा रहना है, फॉल्स टीचिंग के सामने और ऐसे विपत्तियों के सब सामने हम हिलना नहीं है, बल्कि स्थिर होकर खड़ा रहने के लिए प्रभु हम सबको कृपा दे। आमीन।